ഇറാനെതിരെ കരയുദ്ധം. അമേരിക്കൻ സൈന്യം ഭയന്ന് വിറച്ച് രാജി സമർപ്പിക്കുന്നു. ഈ മേഖലയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സേവനം ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് നൂറുകണക്കിന് സൈനികർ അമേരിക്കൻ പ്രസിഡന്റിനെയും വിദേശ പ്രതിരോധ മന്ത്രിയെയും സമീപിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കാര്യം എന്ന് പറയുന്നത്, മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും കാലത്തെ തങ്ങളുടെ സർവീസിനിടയിൽ എന്താണ് ഇറാൻ എന്നുള്ളത് ഞങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അവർ രാജ്യവും തമ്മിൽ നേർക്കുനേരെ യുദ്ധം ചെയ്യുന്ന തന്ത്രം അവരുടെ കൈവശത്തിലുണ്ട്. അതേപോലെ തന്നെ അവർ പോരാളികളെ പോലെ യുദ്ധം ചെയ്യാൻ അവർക്കറിയാം. അതിനെ അപ്പുറം നടന്നു പോകുന്ന നടപ്പാതക്കടിയിലൂടെ ഈ വലിയ ഗുഹകളോ ഗർത്തങ്ങളോ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നു വന്നിട്ട് ആക്രമിച്ച് അതേ ഗർത്തത്തിൻ്റെ അടിയിൽ ഒളിസങ്കേതം പോലെ നിൽക്കാനുള്ള സംവിധാനങ്ങളും അവർക്കുണ്ട്. അപ്പോൾ ഒരു സാധാരണ രാജ്യത്തിലെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ നേർക്കുനേരെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലുള്ള പ്രാക്ടിക്കലാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഗസയിൽ ഇസ്രായേൽ തോറ്റുപോയത്. ഇസ്രായേൽ സൈന്യത്തിന് നൽകിയ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പൊതുധാരണയിലുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായിരിക്കുന്ന ഒരു രാജ്യത്തിലെ സൈന്യം യുദ്ധത്തിന് വരുമ്പോൾ എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഗസയിലെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേർക്കുനേരെയല്ല യുദ്ധം, അവർ ഒളിപ്പോർ യുദ്ധമാണ്. അവിടെയും ഇവിടെയും പാത്തും പതിഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്നോ അകത്ത് നിന്നോ അവർ ആക്രമണം നടത്തുന്നു. അങ്ങനെ അറിയാതെ സൈന്യം കൊല്ലപ്പെടുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. ഇതൊരു ഭയാനകരമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ രീതിയാണ്. ഇതിൽ തുടരാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ബാഗ്ദാദ് അല്ല തെഹ്റാൻ. ബാഗ്ദാദിനെ കീഴടക്കുന്ന സമയത്ത് അമേരിക്കയുടെ കൈവശത്തിൽ 32ഓളം രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ലോകം അന്ന് അമേരിക്കക്കെതിരെ സംസാരിച്ചിരുന്നില്ല. പിന്തുണ നൽകാത്ത രാജ്യവും അമേരിക്കക്കെതിരെ അഭിപ്രായം പറയുന്നതിൽ നിന്ന് അവർ മാറി നിന്നിട്ടുണ്ട്. പിന്നീട് പലതരത്തിലുള്ള സഹായങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അറേബ്യൻ ലോകം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രയോഗം, അപ്പാടെ അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ ഭൂപ്രദേശം വിട്ടു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സുഖകരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ അമേരിക്കയാണ് നേർക്കുനേരെയല്ല ഒരു യുദ്ധത്തിൽ അവർ വിജയിക്കാറുള്ളത്. അവിടെ ഇറാഖിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നത് കാലുമാറ്റം നടന്നിട്ടുണ്ട്. ഭരണകൂട സംവിധാനം അല്ലെ ഭരണകൂടവുമായിട്ട് സഹകരിച്ച ആളുകൾ, ക്യാബിനറ്റ് മന്ത്രിമാർ പോലും കാലുമാറിയിട്ടുണ്ട് എന്നതാണ്. ഭീഷണിപ്പെടുത്തൽ, അമേരിക്കയുടെ പല ഭീഷണിപ്പെടുത്തലും അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുടുംബത്തെ വെച്ച് വിലപേശുന്ന തട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തികൾ അത് ചെയ്തിട്ടുണ്ട്. മൃഗീയവും മാരകവുമായിരിക്കുന്ന യുദ്ധപ്രയോഗങ്ങൾ നടത്തുമെന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്. പാരച്യൂട്ട് ഇറക്കിക്കൊണ്ട് സൈനിക മേധാവികളെ രക്ഷപ്പെടുത്തിയത് പോലും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം മോശമായിരിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിയാലും ലക്ഷ്യം സാധൂകരിക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രം ഇറാഖിൽ വിജയിച്ചു. നേർക്കുനേർ യുദ്ധമല്ല. ബസ്ര വീണത് ഏറെക്കുറെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നു. ബാഗ്ദാദിലേക്ക് എത്തിയപ്പോൾ യുദ്ധം ഉണ്ടായിട്ടില്ല. 2003 ഏപ്രിൽ മാസം 9 സദ്ദാമിൻ്റെ ഭരണകൂടം വീണതായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. അന്നത്തെ വിദേശകാര്യ മന്ത്രിയായിരുന്ന താരിഖ് അസീസിനെ പിന്നീട് കണ്ടിട്ടില്ല എന്നാണ്. താരിഖ് അസീസ് കാലുമാറി എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അന്ന്. പിന്നീട് അദ്ദേഹത്തെ എന്തെങ്കിലും ശിക്ഷാവിധി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പാരച്യൂട്ട് ഇറക്കിക്കൊണ്ട് ഇവരെ ഇത്രയും ആളുകളെയൊക്കെ അമേരിക്കയുടെ പൗരത്വം നൽകിക്കൊണ്ട് അവിടെ സ്ഥിരതാമസമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന് സൈന്യം തയ്യാറായിരുന്നു ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. പക്ഷേ നേതൃത്വം നൽകാൻ ആളില്ലായിരുന്നു. നേതൃത്വ നിരയിലുള്ളവർ അപ്പാടെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇപ്പോൾ വിലയിരുത്തുകയാണ് എങ്ങനെ തെഹ്റാനെ ആക്രമിക്കണം. ഏറ്റവും വലിയൊരു കുരിശായിട്ട് അമേരിക്കയ്ക്ക് മുമ്പിൽ ഇപ്പം നിൽക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിത്തറ ഇളക്കുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തിന് മുമ്പിൽ യശസ്സോടുകൂടി തല ഉയർന്ന് നിൽക്കണമെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് ഇനി ആകാശയുദ്ധം കൊണ്ട് സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായി. കാര്യം എന്ന് പറഞ്ഞാൽ
മിസൈൽ നിർമ്മിതവും അതിൻ്റെ സംവിധാനങ്ങളും ലോകോത്തര നിലവാരമുള്ളതാണ് ഇറാൻ്റെ കൈവശത്തിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമാണ്. 2011 ഒക്ടോബർ മാസം 20 ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ലിബിയയുടെ പ്രസിഡൻ്റായിരുന്നു. ഈ 34 അല്ലെങ്കിൽ 40 വർഷത്തോളം അദ്ദേഹം അവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതിൽ ഗദ്ദാഫിയുടെ അളിയന്മാർക്ക് പങ്കുണ്ട് എന്നുള്ളതും ഈ 2 അളിയന്മാരെയും വിചാരണയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് വിട്ടു നൽകണം എന്ന് പറയുന്ന സമയത്താണ് അതിൻ്റെ വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. തങ്ങളുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയും കോടതിയും ഉണ്ട് എന്നിരിക്കെ മറ്റൊരു രാജ്യത്ത് ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ല, അന്വേഷണം നടത്തിക്കൊണ്ട് അളിയന്മാരാണെങ്കിലും ആരാണെങ്കിലും തങ്ങളുടെ രാജ്യത്ത് അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളതായിരുന്നു അതിന് മറുപടി. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് പോരാ എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഏതായിരുന്നാലും UN സഭ ഒരു പ്രത്യേകമായിരിക്കുന്ന അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിൽ ഈ ഗദ്ദാഫിയുടെ അളിയന്മാർക്ക് പങ്കുണ്ട്, ഗദ്ദാഫിക്ക് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനായിരുന്നു അമേരിക്ക ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ ലിബിയക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞു. അതുകൊണ്ട് അതിന് നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു. പാൻ അമേരിക്കൻ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് UN സഭ പറഞ്ഞിരിക്കുന്ന നഷ്ടപരിഹാരം അമേരിക്കയ്ക്ക് നൽകി. പക്ഷേ അമേരിക്ക ഈ പാമ്പിൻ്റെ ഈ ദേഷ്യം പോലെ അങ്ങനെ നിലനിർത്തിയതിനാണ് ആ പക നിലനിർത്തിക്കൊണ്ട് അവസരം വന്ന സമയത്ത് ഉപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത്. കാര്യം പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ പോലും ഗദ്ദാഫി അവിടെ നിലനിൽക്കാൻ പാടില്ല. കാര്യം അമേരിക്കയുടെ നയങ്ങളെയും ഇസ്രായേലിൻ്റെ നയങ്ങളെയും പൊതുവേദിയിൽ പല ഘട്ടങ്ങളിലായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലപാട്, സാമ്രാജ്യത്വ വിരുദ്ധ നയനിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരി ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നായിരുന്നു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അമേരിക്ക പറഞ്ഞത്. ഗദ്ദാഫിയെ കൊലപ്പെടുത്തി നമുക്കറിയാം, വെടിവെച്ച് കൊന്നു, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി കൊന്നു, നമുക്കറിയാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ ഇറാൻ്റെ തലസ്ഥാന നഗരി തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം, ഗസയ്ക്കകത്ത് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഗസയിലെ കരയുദ്ധം തുടങ്ങിയ സമയത്ത് അവരൊരു ടാങ്ക് അവരുടെ ഏതെങ്കിലും മേഖലയിലേക്ക്, റഫാ മേഖലയിലേക്കോ അതല്ലെങ്കിൽ ഗസയുടെ മധ്യമേഖലയിലേക്കോ നീങ്ങുകയാണെങ്കിൽ അതിന് ആകാശ നിരീക്ഷണം നടത്താൻ വിമാനങ്ങളോ അതല്ലെങ്കിൽ ഹെലികോപ്റ്ററോ സംവിധാനങ്ങളോ ഉണ്ടാവും. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരം പങ്കിടുന്ന പ്രദേശമാണ് ഗസ എന്നതിനാൽ തന്നെ മെഡിറ്ററേനിയൻ കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിരീക്ഷണം അങ്ങനെയും നടത്തും. അപ്പോൾ ശത്രു ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വല്ലാതൊന്നും ഹമാസിന് പ്രത്യാക്രമണം നടത്താൻ പല ഘട്ടങ്ങളിൽ സാധിച്ചിട്ടില്ല. നമുക്കറിയാം 70,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു മാരക യുദ്ധമായിരുന്നു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർചലനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അവസാനത്തെ നേതാക്കളെയും കൊലപ്പെടുത്തുക എന്നുള്ള തങ്ങളുടെ ഉദ്ദേശമാണ് എന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ കരയുദ്ധത്തോടൊപ്പം എന്ത് ചെയ്യണം? ആകാശ നിരീക്ഷണം നടത്തണം. അവിടെയാണ് പ്രശ്നം. അതേപോലെ തന്നെ കടലിൽ നിന്ന് നിരീക്ഷണം നടത്തണം, ഈ ഡ്രോണോ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു യുദ്ധവിമാനങ്ങളോ യുദ്ധ സംവിധാനങ്ങളോ കപ്പലുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംവിധാനവും ഇല്ല. രാജ്യമായിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഗസ മാറിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ വിഷയം നിലനിൽക്കുന്ന രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഗസ ഒരു ആകാശ നിരീക്ഷണം നടത്തുന്ന യുദ്ധവിമാനങ്ങളെ വെടിവെക്കാൻ വേണ്ടി കെൽപ്പില്ലാത്ത ഒരു പ്രദേശമാണ് എന്നതിനാൽ അതിന് സമാനമായ രീതിയിൽ ഇറാനെ കാണാൻ വേണ്ടി സാധിക്കില്ല. 10,000-50,000 സൈനികർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒരു 1,000-2,000 സൈനികർ അവിടെ ഈ ഇറാനിലേക്ക് തെഹ്റാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാശ നിരീക്ഷണം നടത്തണം അമേരിക്കക്ക്. ആകാശ നിരീക്ഷണം നടത്തുന്ന സമയത്ത് നിരീക്ഷണം നടത്തുന്ന വിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള കൽപ്പുകളും ശക്തിയും ആർക്കുണ്ട്? ഇറാനുണ്ട്. അപ്പോൾ ഈ കയറിയിരിക്കുന്ന സൈനികർക്ക് യാതൊരു വിധ സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സൈനികർക്ക് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം ആകാശ നിരീക്ഷണം വഴി കൊടുക്കാൻ സാധിക്കുകയില്ല. കടൽ നിരീക്ഷണം വഴി ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ആക്രമ പരമ്പരകൾ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ സൈന്യങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്കിതിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിലെ യുദ്ധത്തിൻ്റെ സേവന പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തരണം എന്ന് പറയുന്നു. അപ്പോൾ ഇറാനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 1.5 ലക്ഷത്തോളം ഇറാനികളാണ് പുതിയതായി സൈനിക മേഖലയിൽ അംഗീകാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രിക്കും രാജ്യത്തിൻ്റെ പ്രസിഡന്റിനും പ്രത്യേകമായിരിക്കുന്ന സന്ദേശം അയച്ചത്. നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു എന്നും പറയുന്നു. അപ്പോൾ രണ്ടും 2 റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കരയുദ്ധം എളുപ്പമല്ല. അമേരിക്കയുടെ സൈന്യം ഭയന്ന് വിറക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിന് കാരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് കൃത്യമായ രീതിയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.